ഞങ്ങളപ്പോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്തുവാ? അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കുക്കിംഗ് ആണോ? പിന്നെ ഡാൻസ് വല്ലോ? ഒന്നുമല്ലല്ലോ. അല്ല കണ്ടന്റ് ഇതൊരു കണ്ടന്റ്. അപ്പൊ നമ്മള് ഇത് നമ്മള് ചലഞ്ചിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എന്തുവാ ചലഞ്ചിങ് വീഡിയോ? ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്തുവാണ്? അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോയെ പറ്റി പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്ന ഗോപാൽജി. ഗോപാൽജി പറയും ഇന്നത്തെ ചലഞ്ചിങ് എന്തുവാണ്? ഇന്നത്തെ ചലഞ്ച് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബറെ ഒപ്പിക്കുക. സംഭവം ഇത്രേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ഒപ്പിക്കുക. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇവിടെ ടീമിനെ ഡിവൈഡ് ചെയ്യും. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ടീം രണ്ടായിട്ട് ഇറങ്ങിയിട്ട് ഇപ്പം നമ്മുടെ സമയം 11:56. നമ്മൾ കറക്റ്റ് ഒരു 12 മണിക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യും. 1:30 ആകുമ്പോഴത്തേന് ഇത്രയും ടീം, ഈ രണ്ട് ടീമും 1:30 വരെ ഉള്ള ടൈം. ഈ 1:30ക്ക് മുമ്പാണ് മിനിമം ഒരു 100 പേര് ഒപ്പിക്കണം. മിനിമം ആണ്. ഇതിനകത്ത് നിന്നാൽ മന്തി കിട്ടത്തില്ല. മിനിമം 100 പേര്. മിനിമം 100 പേര് കൂടുതൽ ആര് സെറ്റ് ചെയ്യുന്നു അവർക്ക് ഫസ്റ്റ് പ്രൈസ് ഒരു ഫുൾ മന്തി, അൽഫാം മന്തിയാണ് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ്. ഇതാണ് നമ്മുടെ ചലഞ്ച്. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? അപ്പം നമുക്ക് ടീമിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. 1827 സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 1827 സബ്സ്ക്രൈബേഴ്സ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുവന്നു. അന്നേരം ഞങ്ങൾ കൊണ്ടുവന്നത് 95, ഇവര് കൊണ്ടുവന്നത് 90. ഗെയിമിൽ വിൻ ചെയ്യണമെങ്കിൽ ഞങ്ങൾ 100 കഴിഞ്ഞൊക്കെ ചെയ്യാം. 200 ആക്കാം. ഞാൻ പറയുന്ന ടീമുകൾ അനുസരിച്ച് 2 ബൈക്കിലാട്ടം കയറിക്കോ. അപ്പം ഫസ്റ്റ് ഹരിയുടെ ടീം ആരൊക്കെ? ഹരി കയറിക്കോ. ഹരിയുടെ ടീം കയറിക്കോ. 3 പേര്. അടുത്ത മറ്റേ പപ്പൂര് ടീം. ഇവര് 4 പേരുമാണ് ബി ടീം. അപ്പൊ ചങ്കള നമ്മുടെ ടൈം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് പോവാം. പക്കാ ചലഞ്ച് ആയിരിക്കണം. ജയിക്കുന്നവർക്ക് ഒരു ഫുൾ മന്തി. ഞാൻ പറഞ്ഞ നിയമം ഓർമ്മയുണ്ടല്ലോ. 100 സബ്സ്ക്രൈബേഴ്സ് മിനിമം വേണം. 98 പോലും കിട്ടത്തില്ല. ഒരു ഫുൾ മന്തി വേണമെങ്കിൽ 100 സബ്സ്ക്രൈബേഴ്സ് മിനിമം. ഓക്കെ. ആര് 100 സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ 100 പുറത്ത് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരുന്നവരാണ് വിന്നേഴ്സ്. ഓക്കെ. അപ്പം ടൈം സ്റ്റാർട്ട്സ് നൗ. ആര് സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ വരുമ്പോ സ്ക്രീൻഷോട്ട് കാണണേ. എത്രയായി? 1, 2, 3. 3, 2, 5 സബ്സ്ക്രൈബർ. ഓക്കെ, സബ്സ്ക്രൈബ് അയക്കണം. അപ്പം നിങ്ങൾക്ക് മൊത്തത്തിൽ 6 സബ്സ്ക്രൈബർ. അല്ല ഗൈസ്, അടുത്തത് എബിൻ അല്ലേ? 6 സബ്സ്ക്രൈബർ ആയിരിക്കും. 7 സബ്സ്ക്രൈബർ ആയിരിക്കും. ഓക്കെ. A few moments later. എത്രയാണ്? 24. ഇപ്പൊ എത്രയായി? 24 പേര് മൊത്തത്തിൽ 24. അതിനകത്ത് ശബരി 11 ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അമൽ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. രാഹുൽ 13 പേര്. ഞങ്ങൾ 24. അടുത്തത് A few inches later. ഹലോ ഗൈസ്, പുരാണത്തിലെ ഒരു കഥ ഞാൻ ഓർത്തെടുക്കുകയാണ്. അതായത് ലോകം ചുറ്റാൻ പറഞ്ഞപ്പോൾ മുരുകൻ മയിലിനെ കൊണ്ട് ലോകം മുഴുവൻ പോയി. പക്ഷെ ഗണപതി സ്വന്തം അച്ഛനും അമ്മയും ചുറ്റി. ഞങ്ങൾ അതാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. വീട്ടിലിരുന്ന് ഞങ്ങൾ 37, നിങ്ങൾ നോക്കണം, 37 സബ്സ്ക്രൈബേഴ്സിനെയാണ് ഒപ്പിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ചത് എൻ്റെ കുഞ്ഞുങ്ങളാണ്. അതാണ്ട് രാവിലെ 2 ലൈനായിരുന്നു. ശബരി എൻ്റെ ഭാര്യയായിരുന്നു.
അതാണ്ട് ഒരു സബ്സ്ക്രൈബേഴ്സിനെ പോലും ഒപ്പിക്കാതെ മന്തി തിന്നായിരിക്കും. ഞങ്ങളുടെ മന്തി നോക്കി കൊതി വിടാതിരിക്കുകയാണ്, കൊടുക്കില്ല. പക്ഷേ ഞങ്ങൾ ഒരുമിച്ചാണ് മന്തി കഴിക്കാൻ വന്നത്. 12 seconds later. ഹലോ, ഞങ്ങൾ കണ്ട് 1 മണിക്കൂർ ആയിട്ടില്ല, സബ്സ്ക്രൈബേഴ്സ് 54 ആയിരിക്കുകയാണ്. 54 കറക്റ്റ് തന്നെ 12:08 തുടങ്ങി. 12:08 തുടങ്ങിയ പരിപാടി നമ്മൾ കറക്റ്റ് ഏകദേശം ഇപ്പം 1:08 ആയപ്പോൾ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് 87 പേരാണ്. ഞങ്ങൾക്ക് 13 പേരുടെ മാത്രം മതി 100 ആകാൻ. ഞങ്ങളൊരു മത്സരമാണ്. ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്, എൻ്റെ ഹോമാണിത്. അവിടെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്, വേറെ എങ്ങോട്ടും പോയിട്ടില്ല. വെയിൽ പോലും കൊള്ളാതാണ് ഞങ്ങള്. അപ്പൊ വെയിൽ കൊണ്ടാലും. ഇപ്പൊ എത്ര ആയി മൊത്തം? A few inches later. അപ്പൊ ചങ്കള നമ്മുടെ ചാനലാണ്ട് 1 മില്യൺ അടിക്കുമ്പോൾ കാണിക്കുന്ന മാതിരി നമുക്കിത് വലിയ സന്തോഷം കേട്ടോ. കാര്യം നമുക്ക് എത്രയൊക്കെ ഇങ്ങനെ കുറച്ചുകൂടെ കയറത്തുള്ളൂ. കാരണം ഇപ്പൊ തന്നെ നമ്മുടെ മറ്റേ ഡ്രാഗൺ ചിക്കൻ്റെ വീഡിയോ 800 വ്യൂവേഴ്സാണ് കയറിയേക്കുന്നത്. ഭയങ്കര ശോകം. എത്ര ദിവസം ഇട്ടിട്ട് 1 day 14 hours. ഭയങ്കര ശോകമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ വീഡിയോ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് സെറ്റ് ആക്കുക. കിടിലം കണ്ടൻസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ചലഞ്ചസ് ആയാലും ഫുഡ് വ്ലോഗിങ് ആയാലും ഡാൻസ് ആയാലും അല്ലേ പക്ക കണ്ട് പറഞ്ഞോട്. പറ നമ്മുടെ ചെറുക്കൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. 2007 സബ്സ്ക്രൈബേഴ്സ്. കരഞ്ഞുള്ള നമ്മളെ സ്നേഹപ്രദം കാണിക്കും. തൊഴിൽ അവരെ കണ്ടോ, തൊഴുത് കരഞ്ഞ് തൊഴിലിരിക്കുകയാണ് നമ്മുടെ പയ്യനാണ്. 2015 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഏകദേശം നിങ്ങളുടെ ടീം എത്ര വെച്ചിട്ടുണ്ട്? 130 സബ്സ്ക്രൈബേഴ്സ്. അത് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എണ്ണിയിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. സ്ക്രീൻഷോട്ട് എല്ലാം അവരെ കിടപ്പുണ്ട്. ഓക്കെ, 130 സബ്സ്ക്രൈബേഴ്സ്. മറ്റേ ഹരിയുടെ ടീം, ശബരിയുടെ ടീം. ശബരിയിലെ ക്യാപ്റ്റൻ നീയല്ലായിരുന്നു ക്യാപ്റ്റൻ. ശബരിയുടെ ടീം. അതിൽ ഏകദേശം എത്ര ശബരി പിടിച്ചു? 89 ശബരി ഒറ്റയ്ക്ക് അവന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് സെറ്റ് ചെയ്യുക. അത് വിട്ടിരുന്നു ഹരി. ഞാൻ ചെയ്തിട്ട് രാഹുല് നിന്റെ രാഹുല് 40 ഹരി രാഹുലൂടെ സെറ്റ് ചെയ്ത്. അമല് 2 അത് ഒന്നേ എന്റെ അകത്ത് അമ്പാടി ഉണ്ട്, ഞങ്ങളുടെ അമ്പാടി ഉണ്ട്. അമ്പാടി അക്ഷയകിച്ചു 8 ഉണ്ട്. അക്ഷയ്ക്ക് കണ്ടോ, അതൊരു നിങ്ങളുടെ വെക്രോളിയാണ്. അത് ഞങ്ങള് സസ്പെൻസ് ആണ്. 1 50 ആവുന്നു, 1 49, 1 50 ആവുന്നു. ഇനി സെക്കൻഡ്സുകൾ മാത്രം അല്ലേ. ഇപ്പൊ 2 മണിയാവും സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അവർ തിരിച്ചു വന്നത്. അവരിപ്പോ എവിടെ നിൽക്കുന്ന വെച്ചാൽ കൊട്ടാരക്കര ബോയ്സിലും അവിടെ ഉറങ്ങാനും നിൽപ്പുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എന്തിനാ പോകുന്നത്? നമ്മൾ എന്തിനാ പോലെ ആവേശ സ്ട്രാറ്റജിയിലെ പറഞ്ഞു. നമുക്ക് എന്താ പറഞ്ഞത്? നമ്മളെ ജയിച്ച ടീം എന്ന് വെച്ചാൽ ഈ ടീമാണ് 137. അപ്പൊ നിങ്ങളുടെ ടീം ജയിച്ച ടീം അപ്പം നമുക്ക് ജയിച്ച ടീമിനെ കൊണ്ട് നേരെ മന്തി അടിക്കാം. അപ്പൊ ഞങ്ങൾ നമ്മുടെ വിജയർക്കുള്ള മന്തി വാങ്ങിക്കേണ്ടതാണ്. നമ്മൾ എവിടെ എത്തിയെന്നൊക്കെ തപാൻ മന്തിയിലെത്തുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ചെറിയൊരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചലഞ്ചായിരുന്നു. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നമ്മുടെ ഗോപാൽജിയുടെ ടീം കണ്ട ഇവരെ ഉൾപ്പെടുന്ന ടീമിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇതിനകത്ത് പറ്റുപറ്റിയെന്ന് വെച്ചാൽ ഗോപാൽജി ഇന്നലെ ഒരു 10-25 സബ്സ്ക്രൈബേഴ്സിന് അവൻ്റെ എല്ലാം നമ്മുടെ കൂട്ടുകാർ ചേർന്ന് സെറ്റാക്കി തരുമല്ലോ. അപ്പോൾ ഒരു 25 സബ്സ്ക്രൈബേഴ്സിനെ ഗോപാൽജി സെറ്റാക്കി തന്നായിരുന്നു. അതുകൊണ്ട് അവന് മാക്സിമം ഇന്ന് കവർ ചെയ്യാൻ പറ്റിയില്ലെന്നാണ് അവൻ്റെ ഒരു പരാതി. ഓക്കെ, അത് നമ്മൾ അംഗീകരിക്കുന്നു. ഫസ്റ്റ് ചലഞ്ച് ആയതുകൊണ്ട് മാത്രം നമ്മൾ ഒരു സെക്കൻഡ് പ്രൈസ് കൂടെ കൊടുക്കുമായിരുന്നു. എല്ലാ ടീമേ ഉള്ളായിരുന്നു. ഒരു ഹാഫ് മന്തി അവർക്ക് കൂടെ വാങ്ങിച്ച് കൊടുക്കാം. ഫുൾ മന്തി ഫസ്റ്റ് ഒട്ടിയ ടീമിന്, ഹാഫ് മന്തി ഇവർക്ക്. അപ്പം ഇതുവരെ നമ്മൾ അവർക്ക് പറഞ്ഞിട്ടില്ല 2 ടീമിനും മന്തി ഉണ്ടെന്നുള്ള ആരും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ കഴിക്കാനായിട്ടേക്ക് പോരുന്നതാണ്. അമ്മമാർ കൂടെ കയറിങ്ങ് പോരുന്നു. അമ്മമാരെ കാണിച്ച് കഴിക്കാനെന്നൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലായി കാണും. എന്തായാലും വാങ്ങിച്ച് കൊടുക്കുന്നുള്ളത്. ഒരു ഫസ്റ്റ് ചലഞ്ച് ആയതുകൊണ്ട് മാത്രമാണ്. ഇനിയുള്ള ചലഞ്ചിൽ ഇത് പ്രതീക്ഷിക്കുക വേണ്ട. ആർക്കും നമ്മൾ അങ്ങനെ ചെയ്യുന്നതല്ല. ഫസ്റ്റ് കിട്ടുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഫുഡ്. ശ്രീകുട്ടനും അരിയും തന്നെ നടത്തിയിരിക്കുന്നു. ശ്രീകുട്ട ഫേസ്
അപ്പൊ ഞങ്ങൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഫുള്ളായി ഒന്നും സംസാരിക്കാൻ വയ്യ. എല്ലാവർക്കും വയറ്. പക്ഷെ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞാൽ ഇതിന് മേലെ സെക്കൻഡ് പ്രൈസ് ഇല്ല, ഫസ്റ്റ് പ്രൈസ് മാത്രമേ ഉള്ളൂ. കാണമില്ലാതെ കഴിക്കാൻ പേരത് അത് ആർക്ക് വേണ്ടിയാണ് പുതിയ എന്താ മറ്റേ ഹരി പറയുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല നല്ല കമന്റ്സ് ഇടുക. മോശമായിട്ടുള്ള കമന്റ്സ് ഇടുക, നമ്മുടെ വീഡിയോ മോശമാണ്. അപ്പം മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. ഓക്കെ, അപ്പം അത് നമ്മൾ ആദ്യം എടുത്തായിരുന്നേ. നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇതിലെങ്കിലും എല്ലാവർക്കും ബൈ.